പ്രിയ കുട്ടികളെ, എല്ലാവർക്കും ഉഷാസ് അക്കൗണ്ടിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അക്കൗണ്ടൻസി അല്ല, എക്കണോമിക്സ് ആണ്. കുറച്ച് കുട്ടികൾ എന്നോട് മിസ്സേ എക്കണോമിക്സിലെ മീൻ, മീഡിയൻ, മോഡ് ഒന്ന് പറഞ്ഞു തരുമെന്ന് കുറച്ച് കുട്ടികളുടെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാമെന്ന് ഓർത്തിട്ടാണ്. അപ്പൊ എല്ലാ വർഷവും CBSEക്കും സ്റ്റേറ്റിലും ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മീൻ, മീഡിയൻ, മോഡ്. ഇത് മൂന്നും കൂടി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് മക്കൾക്ക് 8 മാർക്കിന് മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അത് 3 മെത്തേഡിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് കുറെ ഡേറ്റ മാത്രം തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഒബ്സർവേഷനും ഫ്രീക്വൻസിയും തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ക്ലാസ് തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു 90% നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ ക്ലാസ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അതാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഡേറ്റ ഒബ്സർവേഷൻ മാത്രം, കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള ഈക്വേഷൻ സിഗ്മ എക്സ് ബൈ എൻ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കുറച്ച് നമ്പേഴ്സ് 1, 2, 5, 6 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് നമുക്ക് തന്നേക്കാണ്. നമ്മളുടെ മീൻ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ ഈ നമ്പേഴ്സ് എല്ലാം കൂടി പ്ലസ് ചെയ്തിട്ട് ഇതിന് ഡിവൈഡഡ് ബൈ 4 നമ്പർ അല്ലേ, അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മീൻ കിട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് നമ്പേഴ്സും തരും. ക്ലാസ് ആയിട്ടല്ല തരുന്നത്, കുറച്ച് നമ്പേഴ്സും നമുക്ക് തരും, ഫ്രീക്വൻസിയും നമുക്ക് തരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ആണ് കൊടുക്കുന്നത്, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എക്സും എഫും കൂടി മൾട്ടിപ്പിൾ ചെയ്ത അത് ഇൻഡു ചെയ്ത് കിട്ടുന്നതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ആ ടോട്ടലിനെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അരിത്തമെറ്റിക് മീൻ കിട്ടും. ഇത് ക്ലാസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പൊ ക്ലാസ് ആയിട്ട് തരുന്നതാണ് 8 മാർക്കിന് എപ്പോഴും വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്നത് ഒരു 100 കുട്ടികളുടെ മാർക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. 30, 40 മാർക്ക്. അതായത് 30 മാർക്ക് മുതൽ 40, അതായത് 30 ലോവർ ലിമിറ്റും 40 അപ്പർ ലിമിറ്റും ആണ്. ഈ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വന്നാൽ ഓർത്തു വെക്കാം, ആ നമ്പർ നമ്മൾ ലോവർ ലിമിറ്റിൽ എടുക്കാവൂ. അപ്പൊ 30, 40 എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ് 40, 50 ആണ്. അപ്പൊ ഈ 40 മാർക്ക് കിട്ടിയ കുട്ടി വരുന്നത് 40, 50 എന്ന ക്ലാസ്സിലാണ്. ഈ 30, 40 എന്ന ക്ലാസ്സിൽ 39 മാർക്ക് വരെ കിട്ടിയ കുട്ടികളെ വരുള്ളൂ കേട്ടോ. 40 കിട്ടിയ കുട്ടി അടുത്ത ക്ലാസ്സിലേ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നേക്കണം, മാർക്കും ഫ്രീക്വൻസിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ നിന്നും ഞാനിവിടെ ആൻസർ എഴുതിയിട്ടതാണ് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മിഡ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ കോളം കേട്ടോ. 3rd കോളം നമ്മൾ കണ്ടുപിടിക്കുന്ന കോളം ആണ് മിഡ് വാല്യൂ. ഈ മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ലോവർ ലിമിറ്റ് 30, അപ്പർ ലിമിറ്റ് 40. ഈ 40, 30 കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 70 കിട്ടും. 70നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 35 കിട്ടും. ഇനി എല്ലാം നമ്മൾ അങ്ങനെ കൂട്ടി നോക്കണമെന്നില്ല, കാരണം ഇതിന്റെ ക്ലാസിന്റെ ഇന്റർവെല്ല് നമുക്ക് 10 ആണെന്ന് അറിയാം. 30, 40 എന്നറിയാം, 10, 40, 50 ഒക്കെ 10 ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ 40, 50 കൂടി നമ്മൾ കൂട്ടി 90 കിട്ടും. 90നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 45 കിട്ടും. അപ്പൊ അങ്ങനെ ഓരോന്നിനും നമ്മൾ പ്ലസ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട, ആ ക്ലാസ് ഇന്റർവെല്ലിൽ കൂട്ടി കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ 35, 45, 55 അങ്ങനെ നമ്മൾ ഇവിടെ 90, 100 ആണ്. അപ്പൊ 190/2 95 കിട്ടി. അപ്പൊ 3rd കോളം നമ്മൾ അങ്ങനെ മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. 2 കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അടുത്ത കോളം എഫ് എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി എഫ് നമുക്ക് തന്നേക്കണ 7 ആണ്. അതും മിഡ് വാല്യൂം കൂടി മൾട്ടിപ്പിൾ ചെയ്താണ് നമ്മൾ ഇവിടെ എഴുതുന്നത് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, ഈ കോളം ഞാൻ ആൻസർ എഴുതിയിട്ടത് കാൽക്കുലേഷനിൽ സമയം കുറെ പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഓർത്ത് വെക്കാം, ഈ എഫും ഈ മിഡ് വാല്യൂം കൂടി മൾട്ടിപ്പിൾ ചെയ്തതാണ് ഈ 245. അതായത് 7 × 35. അങ്ങനെ ഓരോന്നും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് ഇവിടേക്ക് നമ്മൾ എഴുതും. അപ്പൊ നമുക്ക് എഫ് എക്സ് കിട്ടും. എഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ എഫ് എക്സിന്റെ ടോട്ടല് കണ്ടുപിടിക്കണം. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ്. അതിന്റെ ടോട്ടലാണ് 6470. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടലിനെ, ഈ എഫിന്റെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് 100.
എഫ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോ കിട്ടിയതാണ് 100. അപ്പൊ ഈ ടോട്ടൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇതാണ് ഈക്വേഷൻ. ക്ലാസ് ആയിട്ട് തരുമ്പോ അരിതമെറ്റിക് മീൻ കാണാനുള്ള ഈക്വേഷൻ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ആണ്. അപ്പൊ സിഗ്മ എഫ് എക്സ് നമുക്ക് 6470 കിട്ടി. അതിന് എഫിന്റെ ടോട്ടൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും? അരിതമെറ്റിക് മീൻ കിട്ടും. അപ്പൊ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഡിജിറ്റ് മാറ്റി ഡെസിമൽ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ 64.70 കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് 7 മാത്രം കൊടുത്തത്. അപ്പൊ ഇങ്ങനെ നമുക്ക് അരിതമെറ്റിക് മീൻ കിട്ടും. ഇനി നമുക്ക് അപ്പൊ 3 മെത്തേഡിലാണ് അരിതമെറ്റിക് മീൻ വരുന്നത്. ആദ്യം നമുക്ക് കുറെ നമ്പേഴ്സ് മാത്രം തരുന്നത്, അതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞത്. ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് നമുക്ക് ക്ലാസ് ആയിട്ടായിരിക്കില്ല തരുന്നത്, കുറെ നമ്പേഴ്സ് എക്സ് തരുന്നത് 30, അതിന്റെ താഴെ ഇങ്ങനെ കുറെ നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ നമുക്ക് എഫും തരും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനാണ് കൊടുക്കുന്നത് കേട്ടോ. ക്ലാസ് ആയിട്ട് തരുമ്പോൾ നമ്മൾ മിഡ് വാല്യൂ മസ്റ്റ് ആയിട്ടും കണ്ടുപിടിക്കണം. മിഡ് വാല്യൂവിനെ വേണം നമ്മൾ എഫ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇനി അരിതമെറ്റിക് മീൻ മാത്രമല്ല, മീഡിയനും മോഡും ഒറ്റ ക്വസ്റ്റ്യനിൽ നമുക്കത് 8 മാർക്കിന് വരുന്നതാണ്. അപ്പൊ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ, മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയൻ ഈസ് ദി മിഡിൽ മോസ്റ്റ് ഐറ്റം ആണ് മീഡിയൻ. അപ്പൊ കുറെ നമ്പേഴ്സ് മാത്രം നമുക്ക് തന്നിട്ടാ. അപ്പൊ നമ്മള് ആദ്യം മീൻ കാണാൻ കുറെ നമ്പേഴ്സ് മാത്രം തന്നപ്പോ നമ്മൾ സിഗ്മ എക്സ് ബൈ എൻ പറഞ്ഞ പോലെ കുറെ നമ്പേഴ്സ് മാത്രം നമുക്ക് തന്നിട്ട് മീഡിയൻ കാണാൻ പറയും. അപ്പൊ മീഡിയൻ കാണാനായിട്ട് മക്കൾ ചെയ്യേണ്ടത്, നമ്പർ മാത്രം തന്നിട്ട് മീഡിയൻ കാണാൻ പറഞ്ഞ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ ആദ്യമേ തന്നെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡർ ആണ് എപ്പോഴും നമുക്ക് സുഖം. ഏറ്റവും ചെറിയ നമ്പർ മുതൽ നമ്മൾ ഇങ്ങനെ എഴുതി പോകാം. എന്നിട്ട് അതിൽ ഏറ്റവും നടുക്ക് വരുന്ന നമ്പർ, മിഡിൽ മോസ്റ്റ് ഐറ്റം, അതായിരിക്കും മീഡിയൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ 10 നമ്പർ ഉണ്ടെങ്കിൽ 2 നമുക്ക് മിഡിലിൽ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് രണ്ടും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മീഡിയൻ കിട്ടും. അപ്പൊ 9 നമ്പർ ആവുള്ളെങ്കിൽ നമ്മൾ 9 + 1/2, അപ്പൊ 10/2 5, അഞ്ചാമത്തെ ഐറ്റം ആയിരിക്കും മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ഐറ്റം ആണെന്ന് ഓർത്ത് വെക്കാം. ഇനി ഇതാണ് നമുക്ക് മീഡിയനിൽ വരുന്നത്. ക്ലാസ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മീഡിയൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. 100 പേരുടെ മാർക്ക് നമുക്ക് തന്നേക്കാണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി നമുക്ക് തന്നേക്കാണ്. അപ്പൊ മീഡിയൻ കാണാൻ കാലത്ത് നമുക്ക് ഇത് വേണ്ട, അതായത് എഫും ഈ ഇത്രയും നമുക്ക് മീഡിയൻ കാണാൻ കാലത്ത് നമുക്ക് മിഡ് വാല്യൂം അതുപോലെ തന്നെ ഈ എഫ് എക്സും നമുക്ക് വേണ്ട. ഇത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഈ എഫിന്റെ കോളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് സി എഫ് ആണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ മാർക്ക് എഴുതും, ഫ്രീക്വൻസി എഴുതും. ഫ്രീക്വൻസി എഴുതിയിട്ട് മൂന്നാമത്തെ കോളമായിട്ട് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ കൊടുക്കുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? അപ്പൊ ഈ 2 കോളം നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇത് ഫ്രീക്വൻസി എന്നാണ് കൂട്ടി എടുക്കുന്നത്. ആദ്യത്തെ നമ്മൾ 7 തന്നെ എഴുതും. സെക്കൻഡ് വൺ ഇത് രണ്ടും കൂടി കൂട്ടി നമ്മൾ 19 കൊടുക്കും. തേർഡ് വൺ വരുമ്പോൾ 19ന്റെ കൂടെ നമ്മൾ 18 കൂടി ആഡ് ചെയ്ത് 37 കൊടുക്കും. വീണ്ടും നമ്മൾ എഴുതുമ്പോൾ 37ന്റെ കൂടെ 27 ആഡ് ചെയ്ത് ഇവിടെ എഴുതും. അതിന്റെ കൂടെ 17 എഴുതും, ആഡ് ചെയ്യും. അങ്ങനെ കൂട്ടി നമ്മൾ എഴുതുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ഏറ്റവും അവസാനം നമുക്ക് 100 കിട്ടും. അപ്പൊ നമുക്ക് മീഡിയൻ കാണുമ്പോൾ ഫസ്റ്റ് 2 കോളം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തേർഡ് കോളം നമ്മൾ എഴുതുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ്. അത് നമ്മൾ ഫ്രീക്വൻസി ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി മീഡിയൻ കാണാനുള്ള ഈക്വേഷൻ, ഇവിടെയാണ് എപ്പോഴും നിങ്ങൾക്ക് മാർക്ക് പോകുന്നത്. മീഡിയൻ കാണാനുള്ള ഈക്വേഷൻ, ഈ ഈക്വേഷൻ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, അത് എളുപ്പമാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതായത് L+n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF ബൈ F ഫ്രീക്വൻസി ഇൻറ്റു C. അതാണ് ഇതിന്റെ ഈക്വേഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. സി എന്ന് പറഞ്ഞ ക്ലാസ് ഇന്റർവെല്, അതായത് 30, 10 അതല്ലേ ഫസ്റ്റ് ക്ലാസ്. ഓരോ ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. അതാണ് നമ്മൾ സി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് മീഡിയനില് ഇങ്ങനെയാണ് നമുക്ക് ഈക്വേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ എൽ എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് എല്. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് എല്. അപ്പൊ ഈ മീഡിയൻ ക്ലാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മീഡിയൻ ക്ലാസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് തന്നേക്കണത് 100 ആണ്.
നമുക്ക് തന്നിരിക്കുന്നത് 100 സ്റ്റുഡൻസിന്റെ മാർക്ക് ആ മക്കൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ മീഡിയൻ ക്ലാസ് കാണാനായിട്ട് ആ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 50 എന്ന് കിട്ടും. അപ്പൊ മീഡിയൻ ക്ലാസ് വരുന്നത് ഏതാ? 50 ആണ് മീഡിയൻ ക്ലാസ്. ഈ 50 നമ്മൾ നോക്കണം, ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയില് എവിടെയാണ് 50 വരുന്നതെന്ന് നോക്കാം. ഇതിൽ 37 വരെയുള്ളൂ. അപ്പൊ ഇതിലാണ് 50 വരുന്നത്. 50 വരുന്നത് ഈ 64 എന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് 50 എന്ന മീഡിയൻ ക്ലാസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ നേരെ വരുന്നത്, ഈ 64ന്റെ നേരെ വരുന്നത്, 64ന്റെ നേരെ വരുന്നത് ഇതാണ് 60 70 എന്ന ക്ലാസ് ആണ്. 64 എന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ നേരെ വരുന്ന ക്ലാസ്. അപ്പൊ അതാണ് നമ്മൾ മീഡിയൻ ക്ലാസ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ഏതാ? 60 70. ഇതാണ് മീഡിയൻ ക്ലാസ്. മറ്റേത് നമ്മൾ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചതാണ് ഏതിൽ അത് വരണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ 50 എന്നുള്ളത് വരുന്നത് 64ലാണ്. 64ന്റെ നേരെ വരുന്ന, അപ്പൊ ഇത് രണ്ടും നമുക്ക് വേണ്ട കേട്ടോ, മീഡിയനിൽ 2 കോളം വേണ്ട. അപ്പൊ 60 70 ആണ് വരുന്നത്. ആ 60ല് 60 ആണ് ലോവർ ലിമിറ്റ്. അപ്പൊ നമുക്ക് ലോവർ ലിമിറ്റിൽ നമുക്ക് 60 കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതാ n/2. n എന്ന് വെച്ചാൽ നമുക്ക് തന്നിരുന്നു 100 ആണ് നമ്പർ. 100 കുട്ടികളുടെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ 100/2 അതാണ് ഞാനിവിടെ 50 കാണിച്ചിരിക്കുന്നത് കേട്ടോ. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് 50 കിട്ടി. മൈനസ് നമുക്ക് വരുന്നത് CF ആണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇവിടെയാണ് നിങ്ങൾ മിക്കവാറും പിള്ളേർ തെറ്റിക്കുന്നത്. CF കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ എടുത്ത ഈ 50 ഉൾപ്പെട്ട ക്ലാസ് 64 ആയിരുന്നു. ഇതിന് മുൻപിൽ വരുന്നതാണ് CF കേട്ടോ. അതിന് തൊട്ട് മുൻപ് വരുന്നതാണ് CF. ഓർത്ത് വെക്കുക, അതിന് തൊട്ട് മുകളിൽ വരുന്നതാണ് എപ്പോഴും CF ആയിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പൊ 37 ആണ് CF ആയിട്ട് വരുന്നത്. ഇനി ബൈ നമുക്ക് എന്ത് വേണം? ഫ്രീക്വൻസി വേണം. ഇതാണ് ഇക്വേഷൻ. ബൈ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരണം. ഈ 64ന്റെ നേരെ കിടക്കുന്ന ഫ്രീക്വൻസി നോക്കണം. 64ന്റെ നേരെ കിടക്കുന്ന ഫ്രീക്വൻസി ഏതാ? 27 ആണ്. ആ 27 ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇൻറ്റു ഇനി എന്ത് കൊടുക്കണം? 10 ആണ് ക്ലാസിന്റെ ഇന്റർവെല്. അപ്പൊ നമ്മൾ ഇൻറ്റു 10 കൊടുക്കണം. ഇനി കാൽക്കുലേഷൻ ചെയ്യുമ്പോ 50 മൈനസ് 37 നമുക്ക് 13 കിട്ടി. ബൈ 27 ഇൻറ്റു 100. ഇത്രയും കാൽക്കുലേഷൻ ചെയ്തിട്ട് 60 നിങ്ങൾ പ്ലസ് ചെയ്യാവൂ കേട്ടോ. അപ്പൊ അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററിലല്ലേ ചെയ്യുന്നേ. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇനി ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് അതിൽ കമന്റ് ചെയ്തോളൂ. അപ്പൊ ഞാൻ ഇതൊന്നും കൂടി പറഞ്ഞു തരാം. മീഡിയൻ ക്ലാസ് കാണാൻ ഇക്വേഷൻ L + n/2 × CF/F × 100 ആണ്. അതിൽ L കാണുന്നത് നമുക്ക് തന്നേക്കണത് 100 സ്റ്റുഡൻസിന്റെയാണ് മാർക്ക് തന്നേക്കണേ. 100/2 എടുത്തപ്പോ 50 കിട്ടി. 50 ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ് ഇതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നോക്കണം, 64 ആണ്. 64ന്റെ നേരെ വരുന്ന ക്ലാസ് ആണ്. അതിന്റെ ലോവർ ലിമിറ്റ് ആണ് L. അത് നമ്മൾ എഴുതി. ഇനി ഇവിടെ നമ്മൾ n/2 എന്ന് പറയുമ്പോൾ 100/2 50 ആണ്. ഇനി 37 കിട്ടുന്നത് തൊട്ട് മുൻപുള്ളതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കണം, തൊട്ട് മുൻപുള്ളതാണ് വരുന്നത്. ഇനി ബൈ എന്ത് വരും? നമുക്ക് ഇതിന്റെ നേരെ 64ന്റെ നേരെ വരുന്ന ഫ്രീക്വൻസി വരും. അതാണ് F ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് 2 കോളവും ഇല്ല എന്നുള്ളത് മറക്കരുത്. നമ്മളിപ്പോ മാറ്റാത്തത് മറ്റതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഇനി വരുന്നത് ഇതിന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ നമുക്ക് മീഡിയൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്തത് മോഡാണ്. അപ്പൊ മോഡ് ചെയ്യാനായിട്ടാ, അപ്പൊ സെയിം ക്വസ്റ്റ്യന്റെ തന്നെ മോഡും നമ്മളോട് ആവശ്യപ്പെട്ടേക്കാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് 3 മെത്തേഡിലും ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കണേ കേട്ടോ. അപ്പൊ മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ മോഡ് കാണാനുള്ള ഇക്വേഷൻ L + d1/d1 + d2 × C ആണ് മോഡിന്റെ ഇക്വേഷൻ. അപ്പൊ മക്കൾ ഓർത്ത് വെക്കാം, d1 എന്നത് എന്ത് വരും എന്നറിയാമോ? നമ്മൾ ആദ്യം തന്നെ മോഡിന്റെ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. ഈ മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം ആണ് മോഡ്. കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്നതാണ് മോഡ്. മീഡിയൻ മിഡിൽ ക്ലാസ് ആയിരുന്നു, മോഡ് മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിരിക്കുന്നത് ഏതാന്ന് നോക്കണം. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിരിക്കുന്നത് 27 ആണ്. അപ്പൊ 20 എന്ന് വെച്ചാൽ 60 70 മാർക്ക് കിട്ടിയ കുട്ടികളാണ്. അപ്പൊ നമ്മൾ മാർക്കാണ് എക്സാമ്പിൾ പറഞ്ഞത്. 60 70 മാർക്ക് കിട്ടിയ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ, 27 പേരുണ്ട്.
അപ്പൊ ഇതാണ് നമുക്ക് മോഡൽ ക്ലാസ് ആയിട്ട് നമ്മൾക്ക് എടുക്കാവുന്നത്. ഏറ്റവും കൂടുതൽ വന്നത് മോഡൽ ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കും. ഇനി മോഡൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലോവർ ലിമിറ്റ് ആണ് നമ്മൾ എല്ലായിട്ട് എഴുതുന്നത്. D1 നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അതായത് D1 കാണാൻ ഇതാണ് ഇക്വേഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് പ്രീ മോഡൽ. മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി 27, അതിൽ നിന്ന് പ്രീ മോഡൽ തൊട്ട് മുൻപുള്ളത് 18 ആണ്. അപ്പൊ നമ്മൾ 27 മൈനസ് 18 മൈനസ് ചെയ്തപ്പോ നമുക്ക് 9 കിട്ടി. താഴെ നമുക്ക് ഇനി വരുന്നത് D1. D1 9 ആണ്. D2 നമുക്ക് കണ്ടുപിടിക്കണം. ഈ D2 നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി ആൻഡ് പോസ്റ്റ് മോഡൽ ആണ് പറഞ്ഞേക്കണത്. ഇത് ഫ്രീക്വൻസി ഞാൻ ചുരുക്കി എഴുതിയേക്കേണ്ടതാണ് കേട്ടോ. അതായത് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ശേഷം വന്നേക്കണത്, അതായത് അതിന് ശേഷം വന്നത് 17 ആണ്. അപ്പൊ 27 മൈനസ് 17 എടുക്കുമ്പോൾ നമുക്ക് D2 കിട്ടും. അപ്പൊ D2 നമുക്ക് 10 കിട്ടും. അപ്പൊ നമ്മൾ 60 പ്ലസ് D1ന്റെ സ്ഥാനത്ത് 9, താഴെ D1 പ്ലസ് D2 ഇൻറ്റു C എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്, ക്ലാസ് ഇന്റർവെല്ല, അതാണ് C. അത് 10 ആണ്. അപ്പൊ ഇൻറ്റു നമ്മൾ 10 കൊടുക്കും. ഇനി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഈ 60 ഏറ്റവും അവസാനം നമ്മൾ ചെയ്യാവൂ. എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞിട്ട് 60 ആഡ് ചെയ്യാവൂ. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ നമ്മൾ ആദ്യം ചെയ്യും. അപ്പൊ നമുക്ക് 9 ഇത് രണ്ടും പ്ലസ് ചെയ്തപ്പോ 90 ഇൻറ്റു 10 കിട്ടും. ഈ കാൽക്കുലേഷൻ നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ നമ്മൾ 60 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മോഡിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇത്രയാണ് ഇത് മൂന്നും വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യാം. മാത്രമല്ല നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം. ഇനി നമുക്ക് ഇതിന്റെ തന്നെ കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിയും കൂടി നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ.